എങ്ങനെയുണ്ട് പരിപാടി? പ്രതീക്ഷകളോടെ വന്ന് ഞങ്ങൾ നിരാശരായി തിരിച്ചു. പരിപാടി നല്ല പരിപാടിയാണ്. അയ്യോ പരിപാടി പരിപാടി നമ്മൾ നല്ല കോൺഫിഡൻസിലായിരുന്നു. അനൻഷ്യ വരുന്നത് നല്ല കളർ പരിപാടി ആയിരിക്കും. എവിടെയെന്നറിയില്ല, പരിപാടിക്ക് നല്ല പാളിച്ച സംഭവിച്ചു. ചോദിക്കാൻ പറ്റുള്ളൂ പരിപാടി എങ്ങനെയുണ്ടെന്ന്. മേലെ ഇങ്ങനെയുള്ള പരിപാടി നടത്തരുത് കേട്ടോ. വളരെ മോശം, വളരെ മോശം. ഈ ഫാമിലിയായിട്ട് എത്ര നേരം നിങ്ങൾ ഇവിടെ വരാൻ തുടങ്ങി? ഞങ്ങള് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത്. ഒന്നും പറയാം. ഉടായ്പ പരിപാടി കാണിക്കരുത്. ജനങ്ങളെ 4 മണി മുതൽ ജനങ്ങളെ വിളിച്ചിവിടെ നിർത്തിയിട്ട് വൽഭവ കാണിച്ചത് പോക്കൃത്തരം, അങ്ങനെ പറയാൻ പറ്റും. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹനാൻഷാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഓക്സ് കേബിളും കൂടി ഇല്ലാത്തൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിന് പറ്റിയ, അതായത് അങ്ങനത്തെ ഒരു അന്തമിട്ട പരിപാടിക്ക് ഹനാൻഷ് പോകാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഹനാൻഷായിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വഫ ഹൈപ്പർ മാർക്കറ്റിന് ഇതിൽ കുറ്റം പറയരുത്. കാരണം അതിൽ വഫ ഹൈപ്പർ മാർക്കറ്റിനെ കുറ്റം പറയരുത് പറഞ്ഞാൽ, കാരണം ഹനാൻഷാക്ക് കൊണ്ടുവരുന്നത് ഒരാൾ പൈസ കൊടുത്ത് കണ്ട്, പക്ഷേ വഫ ഹൈപ്പർ മാർക്കറ്റിന് കുറ്റം പറയണം. കാരണം ഓലെ ഏൽപ്പിച്ച് ഇവന്റ് മാനേജ്മെന്റാണ് ഈ തെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇവന്റ് മാനേജ്മെന്റുകാർക്കെതിരെയും പറയും, വഫ ഹൈപ്പർ മാർക്കറ്റിനെതിരെയും പറയും. അതേപോലെ തന്നെ ഈ ഹനാൻഷ ഈ പ്രോഗ്രാമിന് ശരിക്കും പോകാൻ പാടില്ല. കാരണം ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ആ ലിസ്റ്റിലുള്ള സാധനം അവിടെ സ്റ്റേജിന്മേൽ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫർമേഷൻ വരുത്തേണ്ടത് ഈ ഹനാൻഷാന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ആ ഒരു പാട്ട് കേൾക്കാനും ഈ ഒരു സംഭവം ആസ്വദിക്കാനും വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇവരുടെ ഈ ഒരു അനൗൺസ് കേട്ടിട്ട് ജനങ്ങൾ അവിടെ പല റിസ്ക് കൊടുത്തിട്ട് ജോലി വരെ ഒഴിവാക്കിയിട്ട് വന്ന് കൂടുകയാണ്. അപ്പം അങ്ങനെ കൂടുമ്പോൾ അവിടെ എല്ലാ സംഭവങ്ങളും റെഡി ആണോ എന്ന് നോക്കാനുള്ള ബാധ്യത ഹനാൻഷാക്കുണ്ട്. പിന്നെ പൊതുവെ ജനങ്ങളുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, ഒരാൾ രക്ഷപ്പെടുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജലസി ഫീൽ ചെയ്യും. അങ്ങനെയുള്ളൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഹനാൻഷാക്കെതിരെയുള്ള ഈ ഒരു സംഭവം. ഹനാൻഷാക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അപ്പം നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ഹനാൻഷാൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്നവരും ഹനാൻഷാനെ അറിയുന്നവരും ഒരിക്കലും ഈ ഒരു ഇതിൽ വീഴരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഹെയ്റ്റ് ക്യാമ്പയിന് PR വർക്ക് വരെ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഹനാൻഷ ഓൾറെഡി ഏത് പാർട്ടിയാണെന്നുള്ളത് അവൻ തന്നെ റിവീൽ ചെയ്ത് കഴിഞ്ഞു. ഒരു പാർട്ടിൻ്റെ ആ ഒരു സംഭവം സപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ അവൻ്റെ ഒരു രാഷ്ട്രീയം ഹനാൻഷ എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫേസ്ബുക്ക് കൂടെ നല്ല രീതിയിൽ PR കൊടുത്തിട്ട് ഹനാൻഷാക്കെതിരെ ഒരു ഫേക്ക് ഹെയ്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങളോട് എനിക്ക് പറയാം, നിങ്ങൾ അതിൽ വീഴാതിരിക്കുക. പല നെഗറ്റീവും, അതായത് ഇപ്പോൾ ഈ ചൂനി ഹനാൻഷാനൊക്കെ ഒരു പരസ്പരം തെറ്റിക്കുന്ന രീതിയിൽ വരെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊക്കെ ഒരു ഉദാഹരണമാക്കാൻ പറ്റിയൊരു ഫാമിലിയാണത്. അപ്പോൾ ആ ഒരു ഇതിൽ വെറുതെ ചൊറിഞ്ഞും ഇതാക്കിയിട്ടും ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കി മെനക്കെട്ട് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടും ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു പരിപാടികൾ ആരും ചെയ്യരുത്, അതിന് സപ്പോർട്ടും ചെയ്യരുത്. എനിക്കത്രേ പറയാനുള്ളൂ. പ്രോഗ്രാം എലമ്പായിൽ ഹനാൻഷാക്ക് ഉത്തരവാദിത്തമുള്ള പോലെ തന്നെ ഇവന്റ് മാനേജ്മെന്റിനും ആ ഹൈപ്പർ മാർക്കറ്റിനും എല്ലാവർക്കും ഉണ്ട്.